ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. ഞാൻ എന്താ പറയാൻ പോണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ശരിക്കും പറഞ്ഞാൽ മാർവലിൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. അത് മറ്റൊന്നും കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയ അവഞ്ചേഴ്സിൻ്റെ ആ ഒരു ജേണി ഉണ്ടല്ലോ, പല സിനിമകളായിട്ടും പല ഇതായിട്ടും ഒക്കെ വന്നിട്ടുള്ള ആ ഒരു ജേണി ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും തിയേറ്ററിലെത്തി ഒരുപോലെ ഒരേ മൈൻഡിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു സിനിമയായിരുന്നു എൻ ഗെയിം. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടിട്ട് കരയാത്ത മാർവൽ ഫാൻസ് ഉണ്ടാവില്ല, അതെനിക്ക് വിശ്വാസമാണ്. കാരണം അത്രയ്ക്ക് പെയിൻഫുൾ ആയിട്ടുള്ള പീക്കായിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു ആ സിനിമയുടേത്. നമ്മുടെ അയൺമാനൊക്കെ പോയപ്പോഴത്തേക്ക് ഉണ്ടായൊരു വിഷമം ഉണ്ടല്ലോ, ചെറുതൊന്നും അല്ല, അത് ഭയങ്കര പെയിൻഫുള്ളാണ്. പിന്നീട് സ്പൈഡർമാനിൽ അയൺമാനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ഭയങ്കര ഹൈ ആയിരുന്നു. അതൊക്കെ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ അതിനുശേഷം മാർവലിൻ്റെ സിനിമകളോ സീരീസോ ഒക്കെ കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല എന്നുള്ളതാണ് ശരിക്കും സത്യം. ഞാൻ അതിന് ശേഷമുള്ളത് പിന്നെ ഒന്നും കാണാൻ ഞാൻ തുനിഞ്ഞിട്ടുമില്ല, എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവർ അവർക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഭയങ്കര വലിയൊരു പിന്നെ എന്താ പറയുക, ഒരു ഹെവിനെസ് ഉണ്ടായിരുന്നു. അത് അവരായിട്ട് തന്നെ ഇങ്ങ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പോലെയായിരുന്നു. ഷീഹൾക്കൊക്കെ ഏറ്റവും ലോക്കൽ സാധനം പോലെയാണ് ഷീഹൾക്കൊക്കെ ഇറക്കിയത്. അപ്പോൾ അതിനൊക്കെ ശേഷം ഇപ്പോൾ ഡൂംസ്ഡേ വരുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഭയങ്കര വലിയൊരു എക്സ്പെക്റ്റേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹോപ്പുണ്ട്. കാരണം മാർവൽ മൂവീസ് നമുക്ക് തന്നിട്ടുള്ള, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ ഹീറോസിനെ ഇഷ്ടപ്പെടുത്താനായിട്ടുള്ളൊരു ഇത് തന്നിട്ടുള്ളത് മാർവൽ തന്നെയാണ്. സോ ആ മാർവലിൻ്റെ ഒരു പിന്നെ റീബർത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു റെവലേഷൻ, നമുക്ക് എന്താ പറയുക, ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത്യാവശ്യമാണെന്ന് തോന്നുന്ന ചില ഘട്ടങ്ങളുണ്ടല്ലോ. അവരുടെ നിന്ന് ഇനിയും ഒരുപാട് കിടിലം പടങ്ങൾ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. സോ ഡൂംസ്ഡേയുടെ ഒരു ചെറിയ ഒരു ട്രെയിലറിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ഞാനത് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. സോ എന്തായാലും വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. സേവിയേഴ്സ് സ്കൂൾ എക്സ്മെൻ. എൻ്റെ മോനെ ഡോക്ടർ ഡൂം, ഈ ടൈറ്റിൽ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഇവന്മാർക്കറിഞ്ഞല്ലോ. ഓ ഫാന്റാസ്റ്റിക് ഫോർ, മാൻ പൊളി. ട്രെയിലറിൻ്റെ ക്ലൈമാക്സ്, ഈ പീക്ക്നെസ് ഒക്കെയാണ് ഇവന്മാരെ കൊണ്ട് ഇത്ര നാളായിട്ട് ഇല്ലാക്കി വെച്ചിരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര എക്സ്പെക്റ്റേഷൻ റേഞ്ച് വേറെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇനി കുറേ താരങ്ങൾ വരാനുണ്ട്, എങ്ങനെ ഇതിരുന്നൊന്നും അറിയാൻ വയ്യ. പക്ഷെ എന്നാലും ഇത് ഭയങ്കര ഹെവി ആയിട്ട് കിട്ടിയൊരു സംഭവമായിപ്പോ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്രെയിലർ. ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് അടിച്ചേ. ഒന്ന് ആലോചിച്ച് നോക്ക്, അങ്ങേര് വന്ന് നിന്നപ്പോൾ കിട്ടിയൊരു ഫീലുണ്ടല്ലോ, ദ റിയൽ ഹീറോ മാൻ. എനിവേ ഒന്നും പറയാനില്ല കേട്ടോ. ഈ ഒരു പീക്ക്നെസ് ഒക്കെയാണ് ശരിക്കും മാർവലിൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഓരോ ക്യാരക്ടേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടേണ്ട ഒരു ഫീലുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടാതെ പോവുകയാണ് പലപ്പോഴും. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇറങ്ങിയത് എറ്റേണൽസൊക്കെ എന്ത് ശവപ്പറമ്പ് സാധനമായിരുന്നു, എനിക്കൊന്നും ഇഷ്ടപ്പെട്ട പോലും ഇല്ല. കുറേ സാധനം ഉണ്ടായിരുന്നു. അതുപോലെ ഷീഹൾക്കൊക്കെ ഒരു എപ്പിസോഡ് ചുമ്മാ കണ്ടു നോക്കിയതാണ്, അപ്പോൾ തന്നെ നിർത്തിയും വെച്ചു, പിന്നെ കാണാനേ തിരിഞ്ഞില്ല. പിന്നെ മാർവലിൻ്റെ സൈഡിലോട്ട് തിരിയണമെന്നൊരു ആഗ്രഹം പോലും വന്നില്ല. ഇത് പക്ഷേ ട്രെയിലർ വൈസ് ഭയങ്കര ഗംഭീര പരിപാടി. നമുക്കിപ്പോൾ അറിയാം, ഇപ്പം പിന്നെ എക്സ്മെൻ ടീം ഫുള്ള് വന്നിട്ടുണ്ട്, എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്, ഫാന്റാസ്റ്റിക് ഫോർ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ വന്നിട്ട് തോറണ്ണനും ബ്ലാക്ക് പാന്തർ ടീമും എല്ലാം കൂടെ കയറിയിട്ടൊരു മെഴുകൽ എങ്ങനെയാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ മൂവിയിലും ഡോക്ടർ ഡൂമിൻ്റെ ആ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തായാലും കാത്തിരിക്കാം മാൻ, കാത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. എനിവേ ഇതൊരു ഗംഭീര സാധനമായിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്തായാലും എൻ ഗെയിമിലൊക്കെ കിട്ടിയൊരു ഫീലുണ്ടല്ലോ, തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ചിരിക്കണം, കരഞ്ഞ് മെഴുകാനുള്ള അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ അതേപോലത്തെ ഒരു ഗംഭീര സാധനം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എനിവേ കണ്ടറിയാം. ഇനിയിപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഈ മാസം റിലീസാകാൻ പോവുകയാണ്, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും കണ്ടറിയാം അതിനകത്ത് ഇനി എന്തൊക്കെയാണ് വരാണ്ടിരിക്കുന്നത് എന്നുള്ളത്.
കണ്ടു നോക്കാം. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. പുതിയ വീഡിയോസ് റിവ്യൂസ് റോസ്റ്റിംഗ് കേട്ട് നമ്മൾ വീണ്ടും വരും. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചുമ്മാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടേ. അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നവർ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ തന്നിട്ട് പോയി കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ചുമ്മാ പല ആൾക്കാർ ചുമ്മാ പ്ലേ ചെയ്യും ക്ലോസ് ചെയ്യും. എനിവേ കഴിയുന്നവർ സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. അപ്പോൾ പുതിയ വീഡിയോസ് റിവ്യൂസ് റോസ്റ്റിംഗ് കേട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.